ഹായ്, ഹാപ്പി ഓണം. രാവിലെ ഓണമായിട്ട് ടോക്സിക് കണ്ടിറങ്ങി. രാവിലെ 6 മണിക്കത്തെ ഷോ ആണ് കണ്ടത്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത, യാഷ് നായകനായി എത്തിയ, രാജീവ് രവിയുടെ സിനിമാറ്റോഗ്രഫിയിൽ ഇറങ്ങിയ ടോക്സിക്. എനിക്ക് സിനിമയെപ്പറ്റി ഒറ്റ അഭിപ്രായമേ പറയാനുള്ളൂ. ടോക്സിക് ടോക്സിക് ഈസ് എ ക്ലീൻ, ബ്രില്യൻ, ഇമോഷണൽ മൂവി. എനിക്കിഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ വർക്കൗട്ടായി എനിക്ക്. ശരിക്കും ഈ സിനിമയെ നമുക്ക് മനുഷ്യരുടെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ജനറിൽ ഉൾപ്പെടുത്താം. ഒരാളുടെ ഗിൽറ്റ്, ഒരാളുടെ ദേഷ്യം, അല്ലെങ്കിൽ ഇങ്ങനെ പല പല ഇമോഷൻസ് പല പല ലെയറിൽ നല്ല രീതിയിൽ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ടോക്സിക്. ഇത് ശരിക്കും ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ് മാസ് മസാല മൂവിയല്ല. അതുതന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ് എന്ന് പറയാം, ഒരു യുണീക്ക് ഫാക്ടർ. കൂടാതെ ഇതിൽ വയലൻസ് രംഗങ്ങളൊക്കെ ഉണ്ട്, ആക്ഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം മികച്ചു നിൽക്കുമ്പോഴും ഇതിലെ ഹൈലൈറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇതിലെ ഇമോഷൻസ് ആണ്. KGF 1ഉം KGF Part 2ഉം ഒക്കെ എടുത്ത് 10,500 കോടി കളക്ഷൻസ് നേടിയ ഇന്ത്യയിൽ മുൻനിര ഒരു നായകനിൽ നിന്ന് ഏതൊരു മുൻനിര സംവിധായകൻ്റെയും ഡേറ്റ് കിട്ടുന്ന ഒരു സ്ഥാനത്ത് പുള്ളിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ ഗീതു മോഹൻദാസിൻ്റെ ഈ ഒരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ സ്ക്രിപ്റ്റിൽ പുള്ളിക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ടായിട്ടാണ്. അതിനാലാണല്ലോ പുള്ളി അത് പ്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു കോൺഫിഡൻസ് നമുക്ക് സിനിമയിൽ കാണാൻ സാധിക്കുന്നുമുണ്ട്. ഇതിൽ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്നത് ഗീതു മോഹൻദാസ് മാത്രമല്ല, യാഷു ഉൾപ്പെട്ടിട്ടുണ്ട്. സോ രണ്ടുപേരുടെയും കൂടെയുള്ള സ്ക്രിപ്റ്റാണ്. സോ അത്രത്തോളം കോൺഫിഡൻസിൽ ഇങ്ങനൊരു സിനിമ ചെയ്തിട്ട് പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അത് നമുക്ക് സ്ക്രീനിൽ കാണാനുണ്ട്, തിയേറ്ററിൽ അനുഭവിക്കാനുണ്ട്. എസ്പെഷ്യലി ഇത് ഹ്യൂമൻ ഇമോഷനെ ബേസ് ചെയ്തൊരു സിനിമയാണ്. അങ്ങനെ പോയി സിനിമ കാണുക. ഒരു ക്ലീൻ മൂവി എന്ന് പറയാം, അല്ലാണ്ട് ഒരു ടിപ്പിക്കൽ മാസ് മസാല മൂവി ഫോർമാറ്റിലുള്ള ഒരു മൂവിയല്ല. ഒരു ക്ലീൻ ഹ്യൂമൻ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് അതിനെ എക്സ്പ്ലോർ ചെയ്ത് പല ലെയറുകളിൽ നമ്മളെ കാണിച്ചു വെക്കുന്ന ഒരു മികച്ച മൂവി എന്ന് തന്നെ നമുക്ക് ഈ സിനിമയെ പറ്റി പറയാം. എന്നാൽ ഇതിനകത്ത് ഒരു മാസ് സിനിമയിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുമുണ്ട്. ഒരു ജൈജാൻറ്റിക് ഫീൽ, എസ്പെഷ്യലി യാഷിൻ്റെ ലുക്ക്, രണ്ട് ക്യാരക്ടറിൻ്റെയും ലുക്ക് രണ്ടും ഡിഫറെൻറ്റ്. നമുക്ക് ഒരാളാണെന്ന് തീർത്തും മനസ്സിലാവാത്ത രീതിയിലുള്ള രണ്ട് വ്യത്യസ്ത ലുക്കും വ്യത്യസ്തമായ പ്രകടനവും. യാഷിൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല. അച്ഛനായിട്ടാണെങ്കിലും മോനായിട്ടാണെങ്കിലും രണ്ട് കഥാപാത്രം തന്നെ, രണ്ടും രണ്ടായിട്ട് നമുക്ക് ഒരാളാണെന്ന് ഫീൽ ചെയ്യുകയില്ല. ആ ഒരു ലുക്കിലാണെങ്കിലും പെർഫോമൻസിലാണെങ്കിലും അത് രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്ത ലുക്ക് തന്നെയാണ്. തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുക നിങ്ങൾ. പിന്നെ സിനിമയ്ക്ക് പോകുമ്പം, ഞാൻ ട്രെയിലർ കണ്ടുവച്ചിട്ട് പോകുമ്പം എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഗീതു മോഹൻദാസിൻ്റെ സംവിധാനമായതുകൊണ്ടും രാജീവ് രവിയുടെ ക്യാമറ, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കുമ്പോഴും ഒരു ഹോപ്പ് ചെറുതായിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രതീക്ഷയില്ലാതെ വന്ന് കണ്ടിട്ട് ചെറിയൊരു ഹോപ്പല്ല, എന്താ പറയുക, നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ തന്നൊരു മൂവിയാണ്. തീർത്തും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നെഗറ്റീവ്സ് ഉണ്ടാകുമോ എനിക്കറിയില്ല. ചിലപ്പം ഈ ഫാൻ ഷോയ്ക്ക് രാവിലെ 6 മണിക്കൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് KGF KGF 2 ഒക്കെ ആയിരിക്കും. സോ അങ്ങനെ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഇത് നിരാശയാവാൻ ചിലപ്പം അവസരമുണ്ട്, അല്ലെങ്കിൽ ചാൻസ് ഉണ്ട്. ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനെയും അവരെ പ്രസൻറ്റ് ചെയ്തേക്കുന്ന രീതി, നമ്മുടെ സുദേവ് നായർ സഹിതമുണ്ട്. സുദേവ് നായരൊക്കെ അടിപൊളി, കാണാൻ തന്നെ എന്താ പറയുക, നല്ല ഭംഗി, നല്ല രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അവരുടെ കോസ്റ്റ്യൂംസ്, അവരുടെ അപ്പിയറൻസ്, എല്ലാം എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ നിലവാരമുണ്ട്. അതിൻ്റെ ഓരോ ഫ്രെയിമിനും ഇൻ്റർനാഷണൽ നിലവാരം നിലനിർത്തി തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി നമ്മളവിടെ പറയേണ്ട കാര്യം, രാജീവ് രവിയാണ് ഇതിൻ്റെ ക്യാമറ. സോ അത് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് രാജീവ് രവിയുടെ മൂവീസൊക്കെ അറിയുന്നതല്ലേ. രാവിലെ 6 മണിക്ക് ഫാൻ ഷോ വെച്ച് കാണാൻ പറ്റിയൊരു പടം എന്ന് എനിക്ക് തോന്നുന്നില്ല. പോരായ്മ എനിക്ക് തോന്നിയത് ഡയലോഗ്സാണ്. മലയാളം ഡബിലേക്ക് വരുമ്പം പലയിടങ്ങളിലും ഡയലോഗ്സ് ഇത്തിരി ബോറായിട്ട് തോന്നി. അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ സിനിമ എനിക്ക് നല്ല രീതിയിൽ വർക്കൗട്ടായി. എന്നാൽ നമ്മൾ KGF കണ്ടപ്പോൾ പ്രതീക്ഷയിൽ പോയി കാണാൻ നിൽക്കരുത്. KGF 2 Part 2 ഒക്കെ കണ്ട് ആ ഒരു ലെവലിൽ പ്രതീക്ഷ വെക്കരുത്. ഒരു നല്ല ക്ലീൻ സിനിമ, നല്ല രീതിയിൽ ആക്ഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ എലിവേറ്റ് ചെയ്ത് കൈ അടിച്ച് കാണാൻ പറ്റിയതക്കതല്ല. ആക്ഷൻസ് ഒക്കെ പക്ക ക്ലീൻ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അറൗണ്ട് 3 hours സിനിമയുണ്ട്. വലിയ മുഷിപ്പില്ലാതെ ഇമോഷണലി കണക്റ്റായി കഥാപാത്രത്തിലൂടെയൊക്കെ സഞ്ചരിച്ച് നമുക്ക് നല്ല രീതിയിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു ഓണം മൂവി തന്നെയാണ് ടോക്സിക്. പിന്നെ മ്യൂസിക്, രവി ബസ്രൂറിൻ്റെ മ്യൂസിക് ആ സിനിമയ്ക്ക് വേണ്ട എന്താണോ ആ ഒരു നിലവാരത്തിൽ തന്നെ മ്യൂസിക്കും കൈകാര്യം ചെയ്തിട്ടുണ്ട്.
സിനിമയുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ നല്ല എഫേർട്ട് ഇട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് ബോധ്യമാവും. ഒരേ ഒരു പോരായ്മ എനിക്ക് തോന്നിയത് ഡയലോഗ്സ് ആണ്. ഡയലോഗ്സിന്റെ പ്രശ്നങ്ങൾ പലയിടത്തും ഫീൽ ചെയ്തു. പിന്നെ എൻ്റെ കൂടെ ഇന്ന് ഫാമിലിയുണ്ട്, ഞാൻ അവരുടെയും കൂടെ അഭിപ്രായം വേണമെങ്കിൽ കാണിക്കാം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ നിനക്ക്? പടം കുഴപ്പമില്ലാതെ അത് വേണ്ട, നല്ല പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊന്നും പറയാനില്ല, എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. ഇഷ്ടപ്പെട്ടു, മടുത്തില്ല, ബോറൊന്നും ഇടിച്ചില്ല. അവരുടെ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയൊക്കെ സൂപ്പർ. ആക്ഷന് സൂപ്പർ. കഥ, സിനിമ എങ്ങനെയുണ്ട് നിനക്ക്? ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ലായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ ഞാനും ഓർത്തു, ഗീതു മോഹൻദാസിൽ നിന്ന് ഇങ്ങനൊരു സിനിമയോ. എന്നാൽ സിനിമ കാണുമ്പോൾ ശരിക്കും എന്താ പറയുക, ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന, റൂട്ടഡ് ആയിട്ടുള്ള ഇമോഷൻസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണിത്. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ടോക്സിക്, ഈ സിനിമയിലും ഇത് വ്യക്തമായിട്ട് കാണിച്ചു വെക്കുന്നുണ്ട്. ടോക്സിസിറ്റി, അതിൻ്റെ എത്ര എക്സ്റ്റെൻഡ് വരെ പോകാവോ ആ ഒരു എക്സ്റ്റെൻഡിൽ എത്തി നിൽക്കുന്ന ആ ഒരു ടോക്സിസിറ്റി മനുഷ്യരിൽ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്ന് വ്യക്തമായിട്ട് ഈ സിനിമയിൽ കാണിച്ചു വെക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, എല്ലാവർക്കും ഹാപ്പി ഓണം.